ഞാൻ ഇങ്ങനെ കണ്ടൊരു ദർശനം, ഒരു കുഞ്ഞു മാലാഹ വളരെ തിരക്കിട്ട് ഈ ലേബർ റൂമിൻ്റെ ഉള്ളിലേക്ക് തിരക്കിട്ട് കയറുന്നത് കണ്ടു. നിങ്ങൾ മാഷും ടീച്ചറും അല്ല, ഇനി നിങ്ങൾ സ്കൂളിലൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള പിള്ളേർ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. ബ്ലീഡിങ് ഒക്കെ വന്നിട്ട് നിശ മിക്കവാറും മരിച്ചു പോകും. ഇങ്ങനെ തന്നെയാണ് ഡോക്ടർ എന്നോട് പറയുന്നത്. ഈ ടീച്ചേഴ്സും കുട്ടികളൊക്കെ ചിലപ്പോഴൊക്കെ ചോദിക്കും, പക്ഷേ ഇത്രയും മക്കളുണ്ടല്ലേ, നിങ്ങളെന്താ ജനസംഖ്യ കൂട്ടാൻ വേണ്ടിയാണോ? കൃപയുടെ വഴിയിലൂടെ ദൈവം കൈപിടിച്ച് നടത്തുന്ന തലശ്ശേരി അതിരൂപതയിലെ സെയിന്റ് തോമസ് ചർച്ച് തോമാപുരം ഇടവകാംഗങ്ങളായ പുളിയനാട്ട് ഷിനോജിന്റെയും നിഷയുടെയും 7 മക്കളുടെയും ജീവിതത്തിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. എൻ്റെ പേര് ഷിനോജ്. ഞാൻ ചിറ്റാരിക്കാട് തോമാപുരം ഇടവക്കാരനാണ്. ഞങ്ങളുടെ വീട്ടിൽ 10 അംഗങ്ങളുണ്ടായിരുന്നു. 2 പേര് ചെറുപ്പത്തിലേ മരിച്ചുപോയി. ചാച്ചനാണെങ്കിൽ 27 വർഷം മുമ്പ് മരിച്ചു. അമ്മ 4 വർഷം മരിച്ചു. ഇപ്പോൾ 8 പേരാണുള്ളത്. 3 പെങ്ങന്മാർ സിസ്റ്റേഴ്സാണ്. ഇത് 8 പഠിക്കുന്ന സമയത്താണ് ഞാനൊരു ക്രിസ്ത്യൻ ധ്യാനം കൂടുന്നത്. ക്രിസ്ത്യൻ ധ്യാനം കൂടുന്ന സമയത്ത് എനിക്ക് കുർബാനയിലൊരു ദൈവസ്നേഹത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായി. അതെന്നെ മുന്നോട്ട് പിന്നെ ഒരു ആത്മീയതയിലേക്ക് നയിച്ചു. എൻ്റെ പേര് നിഷ. ഇടവക അരിവളഞ്ഞപ്പോയിലാണ്. വീട്ടിലെ ചാച്ചനും അമ്മച്ചിയും ചേച്ചിയും ചേട്ടനും ഉണ്ട്. ഞാൻ ചെറുപ്പകാലം മുതൽ ക്രിസ്ത്യൻ ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അതുപോലെ തന്നെ KCYM ഉണ്ടായിരുന്നു. വൈസ് പ്രസിഡൻ്റായിട്ട് കാറ്റഗിസം പഠിപ്പിച്ചിട്ടുണ്ട് ഇടവകയിൽ. അതിനുശേഷം എനിക്ക് അച്ഛനാണെന്നൊക്കെ തോന്നി. ഞാൻ സെമിനാരിയിൽ ചേർന്നു. സെമിനാരിയിൽ ചേർന്നതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് നോഷ്യേറ്റ് ലൈഫാണ്. അവിടുന്ന് എനിക്ക് ആത്മീയതയിൽ വളരാനും അതുപോലെ തന്നെ സഭയുടെ കൂടുതൽ അടുക്കുവാനൊക്കെ എനിക്ക് സാധിച്ചു. അവിടെ നിന്നാണ് ഞാൻ ബേസിക് ഇംഗ്ലീഷ് എല്ലാം പഠിച്ച് ഇംഗ്ലീഷിനോടൊരു താല്പര്യവും അങ്ങനെ ഞാൻ ഇംഗ്ലീഷിൻ്റെ മാഷായി മാറിയതും ഒക്കെ അങ്ങനെയാണ്. സെമിനാരിയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ അത്യാവശ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരേണ്ടി വന്നു. അതിനുശേഷം ഞാൻ പഠനം തുടർന്നു. BA ഇംഗ്ലീഷും MA ഇംഗ്ലീഷും B.Ed ഇംഗ്ലീഷും എല്ലാം എടുത്ത് ജോലി കിട്ടുന്ന ആ സമയത്ത്, പ്രൈവറ്റായിട്ട് ജോലി കിട്ടുന്ന സമയത്താണ് കല്യാണത്തെക്കുറിച്ച് ഇനി ആലോചിക്കണം എന്നൊക്കെ ഞാൻ ധ്യാനിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്തെ അച്ഛന്മാർ സിസ്റ്റേഴ്സൊക്കെ പറയാൻ തുടങ്ങി. അവർ തന്നെ കല്യാണം ആലോചിക്കാനൊക്കെ തുടങ്ങി, സിസ്റ്റേഴ്സ് അച്ഛന്മാരും ഒക്കെ. അപ്പോൾ ഈ ധ്യാനത്തിൽ നിന്നൊക്കെ കിട്ടിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പങ്കാളിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈശോ ആഗ്രഹിക്കുന്ന ഒരു പങ്കാളിയെ തരണമേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ബ്രോക്കർ വഴിയാണ് എനിക്ക് ഷിനോജിൻ്റെ വിവാഹാലോചന വരുന്നത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടായി. എൻ്റെ അത് പറഞ്ഞു, ആദ്യം അച്ഛന്മാർ നിൻ്റെ കല്യാണം ആലോചിക്കും, രണ്ടാമത് സിസ്റ്റേഴ്സ് നിൻ്റെ കല്യാണം ആലോചിക്കും, അത് രണ്ടുമല്ല, അതിനുശേഷം വരുന്ന മൂന്നാമത്തെ ആളായിരിക്കും നിൻ്റെ ഭാര്യ എന്നൊരു ചിന്ത എനിക്ക് കിട്ടി. ബ്രോക്കർ 2 പെൺകുട്ടികളുടെ ഫോട്ടോ എന്നെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിലേതിലേക്കാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ നമുക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞു, അവരുടെ പേര് ഞാൻ എഴുതി മേടിച്ചു. എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിലൊരു കുരിശുണ്ട്, ഒരു ഈശോയുടെ ഒരു കുരിശ്. അവിടെ ഞാനത് പേരെഴുതി വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പം ബ്രോക്കറിനെ വീണ്ടും വിളിച്ചു. എന്നിട്ട് ഏതിലാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന വീട്ടിൽ പോകാനാണ് ഒരു താല്പര്യം തോന്നുന്നത്. അങ്ങനെ പോകാൻ വേണ്ടി അന്ന് റെഡിയായി. അന്ന് പിറ്റേ ദിവസം രാവിലെ 5:30 കുർബാനയെല്ലാം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ചെറുപുഴ എത്തിയപ്പോഴത്തേക്കും ആ സമയത്ത് ഒരു സ്വർഗത്തിൽ നിന്ന് പുഷ്പാർച്ചന വരുന്നത്, പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ അടർന്ന് എൻ്റെ മേത്തേക്ക് വീഴുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഈ പോകുന്ന വീട്ടിലെ പെൺകുട്ടിയായിരിക്കും എനിക്ക് വേണ്ടതെന്ന് എനിക്ക് തോന്നി. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആളെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ദൈവം എൻ്റെ കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുകയും എനിക്ക് നല്ലൊരു ഭാര്യയെ നൽകുകയും ചെയ്തു. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. സെപ്റ്റംബർ 15 ഞങ്ങളുടെ വിവാഹം. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്കൂളിലെ 5 അച്ഛന്മാർ ഉണ്ടായിരുന്നു ഞങ്ങളെ ആശീർവദിക്കാൻ വേണ്ടി. എൻ്റെ ഇടവകപ്പള്ളിയായ തോമാപുരം പള്ളിയിൽ വെച്ച് തന്നെയാണ്
വിവാഹം നടന്നത്. എനിക്ക് കല്യാണത്തിന് മുമ്പ് തന്നെ മക്കൾ ഒത്തിരി വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ജീസസ് യൂത്തിലായിരിക്കുമ്പോൾ തന്നെ പല ചേട്ടന്മാരും ഒത്തിരി മക്കളെയും കൊണ്ട് വരുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞങ്ങൾക്ക് ഒത്തിരി മക്കൾ വേണം. അതുപോലെ എൻ്റെ വീട്ടിലാണെങ്കിലും 10 പേരുണ്ട്. ഞാൻ 10ാമത്തെ കുട്ടിയാണ്. ചേട്ടന്മാരും അതുപോലെ പെങ്ങന്മാരൊക്കെ വരുമ്പോൾ ഒത്തിരി സന്തോഷവും അനുഗ്രഹവും ഒച്ചപ്പാടും ബഹളമൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറയുമായിരുന്നു, നമുക്ക് ഒത്തിരി മക്കൾ വേണം, അവളതിനോട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സഹകരിക്കാമെന്നൊക്കെ പറയുകയും ചെയ്തു. എനിക്ക് ചെറുപ്പകാലം മുതൽ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വീടിനടുത്തുള്ള കുട്ടികളെയൊക്കെ ഞാൻ വീട്ടിൽ ഇടയ്ക്കെടുത്തുകൊണ്ട് വന്ന് നോക്കുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ ഇങ്ങനെ 10 മക്കളും കൂടെ ഉള്ള ഒരു സന്തോഷം കാണുമ്പോൾ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് വന്നിട്ട് ചിരിയും, പിന്നെ എന്നെ അവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും, ഫോൺ വിളിക്കും, എന്നോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി മക്കളുള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഭർത്താവിൻ്റെ ഇഷ്ടം അതാണെന്നറിഞ്ഞപ്പോൾ ഞാനും അതിന് സമ്മതിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളെ ദൈവം 7 മക്കൾ ഞങ്ങൾക്ക് നൽകി. വി ആർ ബ്ലെസ്ഡ്. അത്രയും നല്ല പേരൻസിനെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത്. ഇതിപ്പോൾ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ചെറുപ്പം മുതലേ ഒരു എയിം ലൈഫിലുണ്ടാവണമെന്ന് അച്ചാച്ച എപ്പോഴും പറയുമായിരുന്നു. എനിക്ക് കറക്റ്റ് ഒരു എയിമുണ്ട്, ഏത് കോളേജിൽ പഠിക്കണ്ടേ, എത്ര വയസ്സിൽ ജോലി കിട്ടണം. പിന്നെ എൻ്റെ പേരൻസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അമ്മയും പപ്പയും എത്ര തിരക്കുള്ളതാണെങ്കിലും നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ ഓരോ കാര്യം ഷെയർ ചെയ്യുമ്പോഴും അത് അവർ കേൾക്കാൻ റെഡിയാണ്. പിന്നെ അവർ രണ്ടുപേരും നല്ല സൊല്യൂഷൻസും പറഞ്ഞു തരും. ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകാറുണ്ട്. പിന്നെ നമ്മളെല്ലാവരും തന്നെ എല്ലാ ദിവസവും ബൈബിളൊക്കെ വായിക്കാറുണ്ട്. പിന്നെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോവും. പിന്നെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ചേച്ചിയാണെങ്കിൽ ഹോസ്റ്റലാണ് പഠിക്കുന്നത്. ചേച്ചി ഇല്ലാത്തപ്പോഴും മിസ്സിങ് ചെറുതായിട്ടുണ്ട്, ആരില്ലാത്ത പോലെയൊക്കെ തോന്നാറുണ്ട്. എൻ്റെ ഈ ചേച്ചിമാരെന്ന് പറഞ്ഞാൽ ഭയങ്കര യൂണിക്കാണ്. അങ്ങനെ ചേച്ചിമാരൊക്കെ ഭാഗ്യം ചെയ്യണം. ഞാൻ വീട്ടിലത്തെ 2ാമത്തെ ആൾ. നല്ല അപ്പനും അമ്മേനെയും നല്ല സിബ്ലിങ്സിനെ തന്നെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ മൂത്ത മോള് ഷിയോണ ട്രീസ്, അവൾ +2 പഠിക്കുന്നു. അവളെ ദൈവം ഒത്തിരി കഴിവ് കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. അവൾ നന്നായിട്ട് ആങ്കറിങ് ചെയ്യും, നന്നായിട്ട് വരയ്ക്കും. പിന്നെ സിവിൽ സർവീസാണ് അവളുടെ ലക്ഷ്യം. അവൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യും, പ്രസംഗം പറയും, ഇംഗ്ലീഷിലും മലയാളത്തിലും നന്നായിട്ട് പ്രസംഗം പറയും. അതുപോലെ തന്നെ നല്ല കവിതകൾ എഴുതും. ഇതിനെല്ലാം ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ 2ാമത്തെ കൊച്ച് ഷിമറിൻ റോസ് ഷിനോജ്. അവൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മഹാമിടുക്കിയാണ്. ഡൊമസ്റ്റിക് കാര്യങ്ങളെല്ലാം അവളുടെ കയ്യിലൂടെയാണ് പോകുന്നത്. നമ്മൾ ഈ വാതിലടച്ചോ രാത്രി കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഒരു കറി തീയെ വെച്ചിട്ട് അത് നമ്മൾ വാങ്ങി വെച്ചോ, അങ്ങനെ നമ്മൾ മറന്നു പോകുന്ന എല്ലാ കാര്യവും അവൾ ഓടി നടന്ന് ശ്രദ്ധിക്കും. ഭയങ്കര സ്നേഹമുള്ള കുട്ടിയാണ്. എല്ലാവരെയും കെയർ ചെയ്യും. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഇന്ന സമയത്ത് ഓർക്കണമെങ്കിൽ അവളെ പറഞ്ഞേൽപ്പിക്കും. അവളത് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കും. ഞങ്ങളുടെ 3ാമത്തെ മോള് ഷോണിമ മരിയ. അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൾ നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് പടം വരയ്ക്കും. അതുപോലെ തന്നെ അടുക്കള കാര്യങ്ങളിലൊക്കെ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അവളാണ്. മീൻ മുറിക്കാനും ഇറച്ചി ഞുറുക്കാനും എല്ലാ പണികളും തന്നെ അവൾ ഏകദേശം പഠിച്ചു വെച്ചിട്ടുണ്ട്. കുഞ്ഞുവാവേനെ നന്നായിട്ട് അവൾ ശ്രദ്ധിക്കും. ഞങ്ങളുടെ 4ാമത്തെ കൊച്ചാണ് ഷാലിൻ ആൻ. അവൾ നല്ല മിടുക്കിയാണ്. എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണമെങ്കിൽ തന്നെ ഓടി വരും, അടുക്കളയിൽ സഹായിക്കും, നന്നായിട്ട് പഠിക്കും, നല്ല സ്പോർട്സ് താരമാണ്, നന്നായിട്ട് പ്രസംഗം പറയും. അതുപോലെ എല്ലാ കാര്യങ്ങളും അവൾ മിടുക്കിയാണ്, നല്ല പ്ലസൻ്റാണ് അവൾ. ഞങ്ങളുടെ 5ാമത്തെ മോന് ഷോൺ ജേക്കബ്. അവന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവന് അൾത്താരപാലനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഒരു വൈദികനാകണമെന്ന് അവന് ചെറുപ്പം മുതലേ പറയുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ അവന് നന്നായിട്ട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ 6ാമത്തെ കൊച്ച് ഷെയ്ൻ ഇമാനുവൽ ഷിനോജ്. അപ്പോൾ നല്ല മിടുക്കനാണ്. അവനെപ്പോഴും ഒരു കണ്ടുപിടുത്തങ്ങളുടെ ലോകത്താണ്. അവനെല്ലാം ഭയങ്കര ജിജ്ഞാസയാണ്. അവൻ നല്ല നീളമുള്ള കൊച്ചാണ്. ഉണ്ടായപ്പോഴേ തന്നെ നേഴ്സുമാർ പറഞ്ഞു നല്ല നീളമുള്ള കുട്ടിയാണ്. അപ്പോൾ അവന് ഫുട്ബോൾ കോച്ചിങ്ങിനൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട്. ഞങ്ങളുടെ 7ാമത്തെ കൊച്ച് ഷൈലോ ഡാനിയേൽ. അവന് 2 വയസ്സാകുന്നു. സാധാരണ ആ പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ളതുപോലെ വാശിയോ കരച്ചിലോ ബഹളോ പ്രശ്നമൊന്നും അവനില്ല. അവൻ ഭയങ്കര ഹാപ്പിയാണ്. അവനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഭാര്യയും 7 മക്കളും. ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ് എപ്പോഴും. ഞങ്ങളുടെ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണെങ്കിൽ മക്കളെ ഞങ്ങൾക്ക് ചായയും കാപ്പിയും എല്ലാം റെഡിയാക്കിയിട്ട് പോർട്ടിക്കോയിൽ വെച്ച് തന്നെ കൊണ്ടുപോയി തരും.
ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. ഞങ്ങൾക്കിനി വല്ല വിഷമങ്ങളോ ദുഃഖങ്ങളൊക്കെ ഉണ്ടായാലും ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർക്കും. 7 മക്കളുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ഒരു ബലമാണ് ഞങ്ങളുടെ മക്കൾ. ഞാൻ ഹയർ സെക്കൻഡറി പഠിപ്പിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം 4:45 5 മണിയോളം ആകുമ്പോഴാണ് ഞാൻ വീട്ടിൽ വരുന്നത്. അപ്പോൾ വണ്ടിയുടെ ഹോണടി കേൾക്കുമ്പോഴത്തേക്ക് ഇവർ എല്ലാവരും വേഗം പുറത്തേക്ക് ഇറങ്ങി വരും. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കയ്യിലൊരു ചായ ഗ്ലാസും എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും പലഹാരമൊക്കെ ആയിട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബാഗ് അവിടെ വെച്ച് ചായയൊക്കെ കുടിച്ച് അന്നേരം ആ സമയത്ത് ഇവർ എന്നോട് സംസാരിക്കും ഇവരുടെ കാര്യങ്ങളൊക്കെ. അതിനുശേഷം വീട്ടിലേക്ക് വരും. എന്നിട്ട് വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ചെയ്യും. അതിനുശേഷം 6:30 വൈകുന്നേരം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് ഒന്നിച്ച് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ പഠനവും കാര്യങ്ങളും ഒക്കെ ആയി അങ്ങനെ പോകും. പിന്നെ രാത്രിയാകുമ്പോൾ കുറേ സമയം പ്രെയറെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ച് പിന്നെ ഞങ്ങളുടെ കട്ടിലേ വന്നിട്ട് ഇവർ ഇരിക്കുക, ഇവരുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുക, തമാശ പറയുക, ഞങ്ങൾ ചിരിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് ചിലപ്പോഴെങ്കിലൊക്കെ മടുപ്പ് തോന്നും. കാരണം ഈ 1-2 ദിവസമൊക്കെ അവധിയുള്ളൂ. ഈ അടുക്കളയിലെ കാര്യങ്ങളും എല്ലാം ഭാര്യ വളരെ ഭംഗിയായിട്ട് ചെയ്യും. രുചികരമായ ഭക്ഷണമൊക്കെ ഉണ്ടാകും, മക്കൾക്ക് കൊടുക്കും, മക്കളുമൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാകും. പക്ഷെ അല്ലാതെ പുറത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ യാത്രയൊക്കെ ചെയ്യുമ്പോഴും മടുക്കും. പക്ഷെ എനിക്കൊരു ശക്തി കിട്ടുന്നത് ഇവർ 7 പേര് ഉണ്ടെന്ന് ഉള്ള ഒരു ചിന്തയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ജീവിക്കുന്നത്. ഇവരുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഈ ഓടിച്ചാടി നടക്കാനൊക്കെ മക്കളുള്ളത് കൊണ്ട്, ചെറുതുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ഇപ്പം മൂത്തവൾക്ക് 18 വയസ്സാകുന്നു, ഇളയ കൊച്ചാണ് 2 വയസ്സിലേക്ക് വരുന്നു. ഞാൻ 2 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള മക്കളെ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളാ സ്പിരിറ്റും എനർജിയൊക്കെ അങ്ങ് കീപ്പ് ചെയ്ത് പ്രായമായെങ്കിലും ഉഷാറായിട്ട് എങ്ങനെ മുന്നോട്ട് പോകും, ഹാപ്പിയായിട്ട്. ഓരോ മക്കളെ തരുമ്പോഴും ദൈവം ഇങ്ങനെ ഓരോരോ അനുഗ്രഹങ്ങൾ തരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഭൗതിക മേഖലയിൽ, ആത്മീയ മേഖലയിലും ഒരുപാട് വളർച്ച ഈശോ തന്നു. അപ്പോൾ ആദ്യത്തെ ഞാൻ ശരിക്കും വിവാഹം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ ഞാൻ ഗസ്റ്റായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്തുള്ളൂ. പിന്നെ വീട്ടിൽ തന്നെയായിരുന്നു ഇവരെയൊക്കെ നോക്കി. 1ഉം 2ഉം പിള്ളേരായ സമയത്ത് ഷിനോജ് ഗസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യായിരുന്നു. 3ാമത്തെ കൊച്ചായപ്പോൾ ജോലിയിൽ കയറി, പെർമനൻ്റായിട്ടൊരു ജോലിയിൽ കയറി. ഞാൻ PSCക്ക് അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു വണ്ടി എടുത്തു. 3ാമത്തെ കൊച്ചായപ്പോഴാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ 4ാമത്തെ കൊച്ചായപ്പോഴേക്കും ഞാൻ എക്സാം എഴുതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പിന്നെ 5ാമത്തെ മോനായപ്പോഴും ഞാൻ ജോലിക്ക് കയറി. 6ാമത്തെ ആളായപ്പോൾ ഞങ്ങൾക്ക് ഒരു വീടും കിട്ടി, എനിക്ക് പ്രൊമോഷനും കിട്ടി, ജോലിയുടെ പ്രൊമോഷനും കിട്ടി. 7ാമത്തെ കൊച്ചായപ്പോഴും ഞങ്ങളൊരു വേറൊരു വണ്ടി, ഒരു വലിയ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് പ്രതീക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ആത്മീയ മേഖലയിലാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തന്നെ ഒരിക്കലും 1-2 പിള്ളേരെ മാനേജ് ചെയ്യുന്ന പോലെ നമുക്ക് കുറേ പിള്ളേരെ മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ, ഒറ്റയ്ക്ക് പറ്റുമല്ലോ വ്യക്തികൾക്ക്. അപ്പോൾ ശരിക്കും അവിടെ ഈശോയുടെ ഒരു സഹായം ഇല്ലാതെ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഓർക്കുവാണ്, ഞാൻ ഓരോ പ്രഗ്നൻസിയുടെ ടൈമിൽ ഞാൻ റിട്രീറ്റിന് പോകുമായിരുന്നു. എല്ലാ മക്കളും ഉണ്ടായ സമയത്ത്, മൂത്ത മകളുണ്ടായ സമയത്താണ് 2 തവണ ഞാൻ ധ്യാനത്തിന് പോയിട്ടുണ്ടായിരുന്നു. ബാക്കി മക്കളുണ്ടായ സമയത്തൊക്കെ ഓരോ ധ്യാനത്തിനും, പിന്നെ മാസത്തിൽ ഒരു സെക്കൻഡ് സാറ്റർഡേ ഒരു 1 ഡേ പ്രെയറിനും അങ്ങനെയൊക്കെ. അപ്പോൾ കൂടുതൽ മക്കളുണ്ടായപ്പോഴും ഞാൻ വചനം വായിക്കാൻ തുടങ്ങി. ശരിക്കും 7ാമത്തെ കൊച്ചായ സമയത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ, അവനെ പ്രഗ്നൻ്റ് ആയ സമയം മുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ പോയി പങ്കെടുക്കുന്നു. അപ്പോൾ എനിക്ക് ആത്മീയ മേഖലയിൽ ഭയങ്കര ഒരു ഉയർച്ചയാണ് ഈ മക്കളുണ്ടായത് വഴി തോന്നുന്നത്. ഞങ്ങൾക്ക് ആദ്യത്തെ കൊച്ചുണ്ടായ സമയത്ത് എല്ലാം നോർമലായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. 2ാമത്തെ കൊച്ചുണ്ടായ സമയത്ത് പ്രഗ്നൻ്റായി. ഡെലിവറിയുടെ ആ ദിവസം തലേദിവസം അഡ്മിറ്റായി. അപ്പോൾ തലേദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡെലിവറി റൂമിലേക്ക് മാറ്റി. അപ്പോൾ അവിടെ മാറ്റിയിട്ടും ഡെലിവറി നടക്കുന്നില്ല. ഏതാണ്ട് ഒരു വൈകുന്നേരം ഒരു 6 മണിക്ക് കയറിയിട്ട് പിറ്റേന്ന് ഒരു 7:30ക്കാണ് ഡെലിവറി നടക്കുന്നത്. അപ്പോൾ അതുവരെ ഡെലിവറി നടക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ പെയിൻ വരുന്നു, പോകുന്നു, അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു, അനസ്തേഷ്യസ്റ്റ് ഇവിടെ ഇല്ല, പുറത്തുനിന്ന് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ലേബർ റൂമിൻ്റെ പുറത്ത് ഞങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ടൊരു ദർശനം, ഒരു കുഞ്ഞു മാലാഹ വളരെ തിരക്കിട്ട് ഈ ലേബർ റൂമിൻ്റെ ഉള്ളിലേക്ക് തിരക്കിട്ട് കയറുന്നത് കണ്ടു. അതിനുശേഷം 1-2 മിനിറ്റിനുള്ളിൽ കുട്ടി പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവർ നേഴ്സ് വന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടിയിൽ 2ാമത്തെ മോളുണ്ടായ സമയത്ത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഞങ്ങളുടെ 6ാമത്തെ കൊച്ച് ഷേനി ഇമ്മാനുവൽ, അവന് പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ച് അബോർട്ടായി പോകാൻ സാധ്യതയുണ്ട് എന്ന് ഉള്ളൊരിത് പറഞ്ഞപ്പോൾ
ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എന്തായാലും ഈ കൊച്ചിനെ സ്വീകരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു അക്രൈസ്തവയായ ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഈശോയോട്, ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നെ ഉള്ളതാണ്, ഞങ്ങൾക്ക് തന്നെ തരണമേ, പൂർണ്ണ ആരോഗ്യത്തോട് തന്നെ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ കൊച്ചിനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനികളാണോ എന്നുള്ള ഒരു ചോദ്യം. അപ്പോൾ അത് ഈശോയെ ഒരു സാക്ഷ്യപ്പെടുത്തിയ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വചനം കിട്ടുമ്പോഴേക്കും അധിക സമയം ഞാൻ എപ്പോഴും വചനം കേൾക്കുമായിരുന്നു. അപ്പോൾ വചനം ഫുള്ള് ഞാൻ അങ്ങനെ പുതിയ നിയമം പഴയ നിയമം കംപ്ലീറ്റ് ഞാൻ ഓഡിയോ ആയിട്ട് കേട്ടു. പഴയ നിയമം മൊത്തം ഞാൻ വായിച്ചു കഴിഞ്ഞു, ഫുള്ളായിട്ട് ഞാൻ വായിച്ചു. പിന്നെ ഉണ്ണീശോയോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പ്രഗ്നൻസിയിൽ. പിന്നെ ഗർഭിണികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഞാൻ ചൊല്ലുമായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രാർത്ഥന കിട്ടിയാണ് എല്ലാ മക്കളും തന്നെ വളർന്നത്. അതുപോലെ തന്നെ മാസത്തിൽ 2-3 തവണ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് കുമ്പസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇടവക പള്ളിയിൽ പോയിട്ട് കുമ്പസാരിക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കേണ്ട സമയം വരുമ്പോൾ, പിള്ളേരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട സമയം വരുമ്പോൾ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ സാധിച്ചു കിട്ടേണ്ട ഒരു കാര്യം വരുമ്പോൾ അതൊക്കെ ഞങ്ങൾ കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വലിയ ഒരനുഗ്രഹമായിട്ട് മാറാറുണ്ട്. ഞങ്ങൾ വൈകുന്നേരം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മക്കളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. ലാസ്റ്റ് മക്കൾ ഞങ്ങൾക്ക് വേണ്ടിയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ 7 മക്കളുണ്ടായ സമയത്ത് ഹോസ്പിറ്റലിലും വീട്ടിലും ഒക്കെ വന്നു നിന്ന് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ അമ്മച്ചിയാണ്. അതുപോലെ തന്നെ ഷിനോജൻ്റെ വീട്ടിൽ നിന്ന് പെങ്ങന്മാർ വന്ന് നിൽക്കും. അവർ 2 ഇവിടെ ഉണ്ടാവും, സിസ്റ്റേഴ്സും അതുപോലെ തന്നെ കല്യാണം കഴിച്ചിട്ട് പെങ്ങളും ഒക്കെ ആയിട്ട് അവർ വന്ന് മക്കളുടെ കാര്യമൊക്കെ നോക്കും, അവരെ സ്കൂളിൽ വിടും. അപ്പോൾ അവരിങ്ങനെ നല്ല സപ്പോർട്ടായിരുന്നു. നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആ രീതിയിൽ വന്നിട്ടേ ഇല്ല. അതുപോലെ തന്നെ ഇങ്ങനെ ചില സമയത്ത് നമ്മൾ ഈ സമൂഹത്തിൽ ഇടപെടുമ്പോൾ ഇത്രയും മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലർ ഭയങ്കരമായിട്ട് കളിയാക്കി സംസാരിക്കും. ഇങ്ങനെ നിങ്ങൾ മാഷും ടീച്ചറും അല്ല, ഇനി നിങ്ങൾ സ്കൂളിലൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള പിള്ളേർ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ 3ാമത്തെ മോളുണ്ടായ സമയത്ത് ഞാൻ ഓർക്കുകയാണ്, അപ്പോൾ ഞാനിങ്ങനെ ഡെലിവറിക്ക് കയറുന്ന സമയത്ത് അവിടുത്തെ ഡോക്ടർ എന്നെ നോക്കുന്ന ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്രാവശ്യം എന്തായാലും നിശ പ്രസവം നിർത്തണം, അല്ലെങ്കിൽ അത് പിന്നെ കോംപ്ലിക്കേഷൻസ് വരും. 4ാമത്തെ പ്രസവമൊക്കെ ആകുമ്പോൾ ബ്ലീഡിങ് ഒക്കെ വന്നിട്ട് നിശ മിക്കവാറും മരിച്ചു പോകും. ഇങ്ങനെ തന്നെയാണ് ഡോക്ടർ എന്നോട് പറയുന്നത്. പക്ഷേ മക്കൾക്ക് അവസാനം ആരും ഇല്ലാതെ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചിരിച്ചു, ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ അങ്ങ് കിടന്നു. അത് അത്രയും പറഞ്ഞിട്ട് ഡോക്ടർ പിന്നെ അങ്ങ് പോയി. അതിന് ശേഷം 4ാമത്തെ മോളായ സമയത്തും ഇതുപോലെ എന്നെ നോക്കിയ ഡോക്ടർ അവസാന മാസമൊക്കെ ആയ സമയത്ത് പറഞ്ഞു, ഇപ്രാവശ്യം നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം, എന്നിട്ട് ഈ പ്രസവം ഇതോടുകൂടി അങ്ങ് നിർത്താം, അതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓപ്പറേഷനൊന്നും ചെയ്യുന്നില്ല ഡോക്ടറെ, പ്രസവം നിർത്തുന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. എന്നിട്ട് ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഒരു ഗ്രൂപ്പ് സിസ്റ്റേഴ്സ്, നേഴ്സുമാരും അവരുടെ കൂടെ ഡോക്ടർമാരും വന്നിട്ട് എന്നോട് കുറേ ഇങ്ങനെ സംസാരിച്ചു, പ്രസവം നിർത്തണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവരെന്നിട്ട് പോയി സംസാരിച്ച് പോയി. ഞാനിതെല്ലാം കേട്ടോണ്ട് അവിടെ ഇങ്ങനെ കിടന്നു. പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വചനം എടുത്ത് വായിച്ചു. ഇപ്പം എനിക്ക് കിട്ടുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്, യോഹന്നാൻ 10:10. അപ്പോൾ എനിക്ക് ഭയങ്കര ആ ഒരു വചനത്തിൽ നിന്ന് എനിക്ക് ഭയങ്കര ശക്തിയാണ് കിട്ടിയത്. അപ്പോൾ അന്ന് ഞാൻ തീരുമാനമെടുത്തു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കർത്താവ് തരുന്ന മക്കളെ ഞാൻ സ്വീകരിക്കും, ഞാൻ പ്രസവം നിർത്തില്ല എന്ന്. അപ്പോൾ അതേസമയം ഇത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ സ്കൂളിലൊക്കെ 7ാമത്തെ മോനായ സമയത്ത് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ തന്നെ വന്നിട്ട് മോംസ് ടു ബി, അവരുടെ അമ്മമാരിങ്ങനെ കുറേ പലഹാരവും മാങ്ങയും ഇങ്ങനെ കുറേ ഒക്കെ കൊണ്ടുവന്നിട്ട് എന്നെ സർപ്രൈസായിട്ട് എന്നെ ക്ലാസ്സിലേക്ക് വിളിച്ചിട്ട് മോംസ് ടു ബി എന്ന് പറഞ്ഞിട്ടൊക്കെ അവർ നടത്തി. അങ്ങനെ എന്നെ വിട്ടു. സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ആ സമയത്ത് സപ്പോർട്ടായിരുന്നു. ഇപ്പം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഡിവൈനിൽ ധ്യാനത്തിന് പോയ ഒരു അനുഭവമാണ്. ഡിവൈനിൽ ധ്യാനത്തിന് ഒരുമിച്ച് പോകാൻ കാരണം അവിടെയാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ധ്യാനത്തിന് പോകാൻ പറ്റുക. അല്ലാതെ ധ്യാന സെൻറ്ററുകളിലൊക്കെ കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികളാകുമ്പം പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഡിവൈനിൽ ധ്യാനത്തിന് പോയി. ഞങ്ങളുടെ വണ്ടിക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ വണ്ടി ഓടിച്ച സമയത്ത് ഉറങ്ങിപ്പോയെങ്കിലും യാതൊരു അപകടം കൂടാതെ തന്നെ കർത്താവ് ഞങ്ങളെ സംരക്ഷിച്ചു.
വണ്ടി ഒരു ബൈക്കിനിടയ്ക്ക് പോയി തട്ടി. അവർക്കും വലിയ അപകടമൊന്നും ഇല്ലാതെ അവരും രക്ഷപ്പെട്ടു. അപ്പോൾ ഞാനിങ്ങനെ വണ്ടി ഇങ്ങനെ തട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് ബ്രേക്കിലേക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. ഒരു ടെൻഷൻ അങ്ങനെ എനിക്ക് തോന്നുന്നു. ഞാൻ ബ്രേക്കിലെ കാല് വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് അതിൻ്റെ ഒരു 10 മീറ്റർ താഴെ വലിയ കൊക്ക പോലെയാണ്. 10 മീറ്ററിന് താഴെ വലിയ കൊക്ക പോലെയാണുള്ള. പക്ഷേ അതിന് അന്നേരം ദൈവം നിങ്ങളെ സംരക്ഷിച്ചെന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു 121 സങ്കീർത്തനം ഞാനിങ്ങനെ പലപ്പോഴും അത് കഴിഞ്ഞ് ഓർത്തു. ഇസ്രായേലിലെ സംരക്ഷകൻ മയങ്ങുകയില്ല, അവിടുന്ന് ഉറങ്ങുകയില്ല, അവിടുന്ന് ഉറക്കം തൂങ്ങുകയുമില്ല. അപ്പോൾ ഞാൻ ഉറക്കം തൂങ്ങിപ്പോയാലും കർത്താവിനെ സംരക്ഷിച്ചു. അതിനെ സംബന്ധിച്ച് ഞങ്ങളെ കുടുംബത്തെ ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ച് അത് വലിയൊരു അത്ഭുതമായിരുന്നു. യാതൊരു പോറലും മേക്കാതെ ഞങ്ങളുടെ മക്കളെല്ലാവരും രക്ഷപ്പെട്ടു. ചിലപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾ 2 പേരും കൂടെ പുറത്ത് പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴൊക്കെ രാത്രി 10-11 മണിയാവും. ആ സമയത്ത് മക്കളിവിടെ സ്വസ്ഥമായിട്ടിരിക്കും, സമാധാനത്തിലിരിക്കും. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും, നിങ്ങളുടെ മക്കൾ വീട്ടിൽ തന്നെ ഇരിക്കുമോ? ഞാൻ പറഞ്ഞാൽ എല്ലാവരും തന്നെ ഇരുന്നോളൂ, അവർക്ക് പേടിയൊന്നുമില്ല. അവർ സ്തുതിച്ചും പ്രാർത്ഥിച്ചും ഭക്ഷണമൊക്കെ കഴിച്ചും അവർ വർത്തമാനമൊക്കെ പറഞ്ഞും അവർ പരസ്പരം സപ്പോർട്ട് ചെയ്തും വീട്ടിലവർ ഇരുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭയമൊന്നും അങ്ങനെ മക്കളെക്കുറിച്ച് ഇതുവരെയും തോന്നിയിട്ടില്ല. ടീച്ചേഴ്സും കുട്ടികളൊക്കെ ചിലപ്പോഴൊക്കെ ചോദിക്കും, പക്ഷേ ഇത്രയും മക്കളുണ്ടല്ലേ, നിങ്ങളെന്താ ജനസംഖ്യ കൂട്ടാൻ വേണ്ടിയാണോ? അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ അവരോട് പറയും, മക്കളാണ് ഞങ്ങളുടെ ബലം, മക്കളാണ് ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ അനുഗ്രഹം. സങ്കീർത്തനം തന്നെ പറയുന്നത് ഉദരബലം ഒരു സമ്മാനമാണ്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. അത് അവനായിലെ അമ്പ് പോലെയാണ്, യുദ്ധവീരൻ്റെ കയ്യിലെ അമ്പ് പോലെയാണ് യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ എന്നുള്ള വചനമൊക്കെ എൻ്റെ മനസ്സിലേക്ക് അന്നേരം വരും. അതുപോലെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയാണ് മക്കൾ. അപ്പോൾ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ പോസ്റ്റ് മോഡേണിസം, ഉത്തരാധുനികത കഴിഞ്ഞു, പോസ്റ്റ് മോഡേണിസം കഴിഞ്ഞു, ഡിജി മോഡേണിസം, ഈ സ്ക്രീൻ ഏജിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ കുട്ടികൾ തന്നെ പറയും കല്യാണം വേണ്ടെന്ന് പറയുന്നവരുണ്ട്. ഇനി ഇപ്പോൾ അവർ കല്യാണം കഴിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് മക്കൾ വേണ്ട, അപ്പോൾ ഞങ്ങൾ തന്നെ ജീവിച്ചുകൊള്ളാം, മക്കളുടെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് മക്കൾ ഞങ്ങൾക്ക് വലിയ ശക്തിയാണ്. കല്യാണം കഴിക്കുക തന്നെ വേണം, കാരണം സമയത്ത് കല്യാണം കഴിക്കണം. അത് പരസ്പരം ഒരു സപ്പോർട്ടാണ്. അപ്പോൾ എനിക്കൊരു ഭാര്യ ഇല്ലാത്തൊരു വീട്ടിലേക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയില്ല. അതുപോലെ കല്യാണം കഴിച്ചവർക്ക് മക്കളുണ്ടാകണം, മക്കൾ അവർക്ക് എന്നൊരു സന്തോഷമായിരിക്കും. പക്ഷേ ഇന്നത്തെ തലമുറയിൽ അങ്ങനെയുള്ള ചിന്തകൾ കുറവാണ്. അവർ കല്യാണം കഴിച്ചാൽ തന്നെ മക്കൾ വേണ്ട, അവർക്ക് അടിച്ചു പൊളിക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്തയിലാണ് അവരുടെ ലോകത്തിൻ്റെ പോക്കും. ആ രീതിയിലാണ്. അങ്ങനെയുള്ള പ്രത്യയശാസ്ത്രങ്ങളും തത്വശാസ്ത്രങ്ങളും എല്ലാം അവർക്ക് കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു ചിന്ത, സമയത്ത് കല്യാണം കഴിക്കുകയും സമയത്ത് തന്നെ മക്കളുണ്ടാവുകയും അത് ഇഷ്ടംപോലെ മക്കൾ, ദൈവം എത്ര മക്കളെയാണ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് അത്രയും മക്കൾ നമുക്കുണ്ടാവുകയും അങ്ങനെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റുകയും ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തെളിവാണ് ഞാൻ തന്നെ. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 7 മക്കളും ഞങ്ങൾ സന്തോഷവാന്മാരാണ്, ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങളുടെ മക്കൾ പരസ്പരം കെയർ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യും. മക്കളെ ദൈവം ഞങ്ങൾക്ക് ഇനിയും തന്നാൽ ഞങ്ങൾ മക്കളെ സ്വീകരിക്കും, ഞങ്ങളതിന് തയ്യാറാണ്. ഈ ലോകത്തിൽ ഇനി മുന്നോട്ടുള്ള തലമുറയിൽ, അടുത്ത തലമുറയിലുള്ള കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കല്യാണം കഴിച്ചാൽ മാത്രം പോരാ, മക്കളുണ്ടാകുകയും അവർ നിങ്ങൾക്കൊരു സപ്പോർട്ടായിരിക്കുകയും അങ്ങനെ നമ്മുടെ തലമുറ നിലനിൽക്കുകയും ഒക്കെ വേണം എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം നൽകി, നല്ല ഭാര്യയെ നൽകി, 7 മക്കളെ നൽകി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സന്തോഷത്തിലും സ്നേഹത്തിലും ജീവിക്കാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങളെ സഹായിച്ച ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു.
നീ